അതുകൊണ്ടാണ് പറയുന്നത് ഒരു യുദ്ധം തുടങ്ങാൻ ഒരു പന്നി മതിയെന്ന്. അതായത് 1846 ഒറീഗൺ ട്രീറ്റിയെ ബേസ് ചെയ്ത് ബ്രിട്ടീഷ് കാനഡയുടെയും അമേരിക്കയുടെ ഇടയിലുണ്ടായിരുന്ന സാൻ ഹുവാൻ ഐലൻഡിന്റെ ഓണർഷിപ്പിന്റെ പേരിൽ ഈ രണ്ട് രാജ്യങ്ങൾ തമ്മിലൊരു കോൺഫ്ലിക്റ്റ് ഉണ്ടായി. പിന്നീടുള്ള കുറച്ച് വർഷങ്ങൾ അങ്ങനെ പ്രശ്നമൊന്നും ഇല്ലാതെ പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. ആൻഡ് ഇതേ ഐലൻഡിൽ അമേരിക്കൻ കർഷകനായിട്ടുള്ള ലൈമാൻ കട്ലറിന് കിഴങ്ങ് കൃഷി ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കെ 1859 പുള്ളിയുടെ പൊട്ടറ്റോസൊക്കെ അപ്പുറത്തെ വീട്ടിലെ ഹഡ്സൺസ് ബേ എന്ന ബ്രിട്ടീഷ് കമ്പനി എംപ്ലോയി ആയ ചാൾസ് ഗ്രിഫിന്റെ പന്നി വന്ന് തിന്നു. ഇത് കണ്ട് ദേഷ്യം വന്ന കട്ലർ പന്നിയെ ഷൂട്ട് ചെയ്ത് കൊന്നു. കട്ലർ ആദ്യം ഇതിന് പരിഹാരമായിട്ട് $10 തരാമെന്ന് പറഞ്ഞു. പക്ഷെ ഗ്രിഫിൻ സമ്മതിച്ചില്ല, 100 ചോദിച്ചു. അങ്ങനെ ഇവര് തമ്മിൽ അടിയായി വഴക്കായി കേസായി. ഇതും പറഞ്ഞ് ബ്രിട്ടീഷ് കട്ലറിനെ അറസ്റ്റ് ചെയ്യാൻ വന്നു, ഒപ്പം അമേരിക്ക കട്ലറിനെ സേവ് ചെയ്യാനും. അങ്ങനെ ഈ രണ്ട് പേര് തമ്മിലുള്ള അടി രാജ്യങ്ങൾ തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് ആയിട്ട് മാറി. എല്ലാവരും കമ്പും കോലും തോക്കും ഒക്കെ സെറ്റാക്കി. ഒടുവിൽ ഇത് വലിയ യുദ്ധമാകുന്നതിന് മുമ്പ് തേർഡ് പാർട്ടി ആയിട്ട് ജർമ്മനി വന്നു. അവരുടെ എംപററായിട്ടുള്ള കൈസർ വിൽഹമിന്റെ നേതൃത്വത്തിൽ ഈ ഐലൻഡ് അമേരിക്കയ്ക്ക് വിട്ടുകൊടുത്ത് പ്രശ്നം സോൾവ് ആക്കി. ഇങ്ങനെ ഇതാരും മരിക്കാത്ത യുദ്ധമായിട്ട് മാറി പന്നി ഒഴിച്ചു.